അപ്രതീക്ഷിത മാറ്റങ്ങളും വിചിത്ര സഖ്യങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് മധ്യകേരളത്തിലെ ചില തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. പലയിടത്തും LDF-നെയും UDF-നെയും ഒരുപോലെ മുൾമുനയിലാക്കിയത് സ്വതന്ത്രരാണ്. 2020-യുടെ പിന്തുണയിൽ അധ്യക്ഷസ്ഥാനം UDF-ന് ലഭിച്ചതും LDF അംഗത്തിന്റെ വോട്ടിൽ UDF അംഗം അധ്യക്ഷനായതും ഉൾപ്പെടെ രാഷ്ട്രീയ അട്ടിമറികളുടെ നിര തന്നെ പലയിടത്തുമുണ്ടായി. കുമരകത്ത് BJP പിന്തുണയിൽ UDF-ഉം ഭരണം പിടിച്ചു. എറണാകുളം വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലാണ് 2020 ടെസ്റ്റ് നടന്നത്. പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി LDF ആണെങ്കിലും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച UDF-ലെ റെജി തോമസ് വിജയിച്ചു. ഈ വിജയത്തിന് നിർണായകമായത് 2020-യുടെ 2 വോട്ടുകളാണ്. തൃശൂർ ചേലക്കരയിലാണ് മറ്റൊരു അട്ടിമറി നടന്നത്. LDF അംഗം രാമചന്ദ്രൻ കോൺഗ്രസിന് വോട്ട് ചെയ്തതോടെ UDF അംഗം T ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായി. 15 വർഷമായി LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഇരുമുന്നണികൾക്കും 12 വീതം അംഗങ്ങളാണുള്ളത്. തൃശൂർ ചൊവ്വന്നൂരിൽ SDPI പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനോട് രാജിവെക്കാൻ UDF നിർദ്ദേശം നൽകി. തുല്യനിലയിലുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDF-ലെ KV നഫീസ പ്രസിഡന്റായി. UDF സ്വതന്ത്രൻ ജാഫർ മാസ്റ്ററാണ് LDF-ന് വോട്ട് ചെയ്തത്. ആലപ്പുഴ പുളിങ്കുന്ന് പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗം കൂറുമാറി LDF-ൽ ചേർന്ന് പ്രസിഡന്റായി. 10ാം വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് അംഗം ഔസേപ്പച്ചൻ വെമ്പാടന്തറയാണ് കൂറുമാറിയത്. എറണാകുളം ചേന്നമംഗലം പഞ്ചായത്തിൽ സ്വതന്ത്രന്റെ പിന്തുണയിലാണ് UDF-ന്റെ PA ഹരിദാസ് പ്രസിഡന്റായത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ UDF വിട്ടുനിന്നതോടെ കോട്ടയം എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. കുമരകത്ത് BJP പിന്തുണയിൽ UDF സ്വതന്ത്ര അംഗം AP ഗോപി പ്രസിഡന്റായി. പാലാ കരൂർ പഞ്ചായത്തിൽ മറുകണ്ഠം ചാടിയ UDF സ്വതന്ത്ര അംഗം പ്രിൻസ് കുര്യത്തിയെ അധ്യക്ഷനാക്കി LDF ഭരണം പിടിച്ചു. മൂന്നലവിൽ CPI സ്വതന്ത്രയെ കൂട്ടുപിടിച്ച് ഭരണം പിടിക്കാൻ UDF നീക്കം നടത്തി. ഇതിനിടെ UDF സ്വതന്ത്രൻ LDF-നും വോട്ട് ചെയ്തു. വോട്ട് തുല്യമായതോടെ നറുക്കെടുപ്പിലൂടെ LDF സ്വതന്ത്ര അംഗം ഷേർലി രാജു പ്രസിഡന്റായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോട്ടയം.